യുദ്ധത്തിന്റെ മുഖം മാറുകയാണ്. ഇനി വരാൻ പോകുന്നത് വൻ കാലാൾപ്പടയോ ആയുധങ്ങളുടെ എണ്ണമോ കൊണ്ട് ഭയപ്പെടുന്ന യുദ്ധങ്ങളല്ല, മറിച്ച് ബുദ്ധിയും സാങ്കേതിക വിദ്യയും ഒത്തിണങ്ങിയ സ്മാർട്ട് യുദ്ധങ്ങളാണ്. ഇവിടെയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ആ വാർത്ത വരുന്നത്. ഭാരതീയ സൈനികൻ ഇനി വെറുമൊരു പോരാളിയല്ല, ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അതിവേഗം തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഒരു അതിമാനുഷിക സൂപ്പർ സോൾജറായി മാറാൻ പോവുകയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒപ്പം കിടപിടിക്കാൻ ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങുന്ന ഈ മാറ്റം ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്നതാണ്. എന്താണ് ഈ സൂപ്പർ സോൾജർ പ്രോജക്റ്റ്? ലളിതമായി പറഞ്ഞാൽ യുദ്ധക്കളത്തിലെ ഒരു അദൃശ്യ വേട്ടക്കാരൻ. DRDOയുടെ F-INSAS എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സൈനികന്റെ ഹെൽമറ്റാണ്. ഹോളിവുഡ് സിനിമകളിലേക്ക് കാണുന്നത് പോലെ ഡ്രോണുകളിൽ നിന്നും സാറ്റലൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നേരിട്ട് കണ്ണിന് മുന്നിലെ വൈസറിലെത്തുന്ന പ്രിഡേറ്റർ വിഷൻ. ഇരുട്ടിലും മൂടൽമഞ്ഞിലും ശത്രു എവിടെ ഒളിച്ചിരുന്നാലും ആ സംവിധാനം വഴി നമ്മുടെ സൈനികർക്ക് അവരെ വ്യക്തമായി കാണാം. കൂടാതെ സിയാച്ചിൻ, ലഡാക്ക് തുടങ്ങിയ കഠിനമായിട്ടുള്ള മലനിരകളിൽ നമ്മുടെ സൈനികർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി എക്സോസ്കെൽറ്റനുകൾ വരുന്നുണ്ട്. എക്സോസ്കെൽറ്റൻ അതായത് ശരീരത്തിൽ ഇത് ഘടിപ്പിക്കുന്ന മറ്റൊരു അസ്ഥികൂടം പോലെയാണ്. ടാറ്റയുമായി ചേർന്ന് DRDO വികസിപ്പിച്ച ഈ കവചം ധരിച്ചാൽ 40 മുതൽ 60 കിലോ വരെ ഭാരം യാതൊരു ക്ഷീണവുമില്ലാതെ ചുമക്കാനും കുത്തനെയുള്ള കയറ്റങ്ങൾ അനായാസം കയറാനും സൈനികർക്ക് സാധിക്കും. ചുരുക്കത്തിൽ ശരീരം തളരാതെ, കണ്ണ് തെറ്റാതെ ശത്രുവിനെ നേരിടാൻ നമ്മുടെ ജവാന്മാരെ ഇത് പ്രാപ്തരാക്കും. സിനിമകളിൽ മാത്രം കണ്ടു പരിചയമുള്ളതുപോലെയുള്ള അയൺമാൻ പോലെയും ക്യാപ്റ്റൻ അമേരിക്ക പോലെയും ഒക്കെ നമ്മുടെ സൈനികർ അമാനുഷികരാകാൻ പോവുകയാണ്. ഇതൊരു പെട്ടെന്നുള്ള നീക്കമല്ല, കാലാൾപ്പടയെ ആധുനികവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല ഗവേഷണങ്ങളുടെ തന്നെ ഫലമാണിത്. യുദ്ധകളത്തിലെ ഓരോ സൈനികനെയും ഒരു ഡിജിറ്റൽ കോമ്പാറ്റ് ക്ലൗഡുമായി ബന്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതായത് ഒരു സൈനികൻ വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും കഴിയുന്ന വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. സഹസൈനികർ എവിടെയാണ്, ശത്രു എവിടെയാണ്, ഏത് വഴിയിലാണ് അപകടമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ തത്സമയം അറിയാൻ ഇത് സഹായിക്കുന്നു. അമേരിക്കയും റഷ്യയും ചൈനയും മാത്രം കൈവശം വച്ചിരുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇന്ന് ഇന്ത്യയും സ്വന്തമാക്കുമ്പോൾ അത് നമ്മുടെ പ്രതിരോധ മേഖലയുടെ വമ്പൻ കുതിച്ചുചാട്ടമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് നമ്മൾ കണ്ട പാഠങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോണുകളും തെർമൽ ക്യാമറകളും ഉപയോഗിച്ച് ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്താൻ എളുപ്പമാണ്. ഇത് മറികടക്കാൻ ശരീര താപനില പുറത്ത് കാണിക്കാത്ത പ്രത്യേക യൂണിഫോമുകളും കവചങ്ങളും നമ്മുടെ സൂപ്പർ സോൾജർമാർക്ക് ഉണ്ടാകും. കൂടാതെ ഓരോ സൈനികനും സ്വന്തമായി ചെറിയ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ബാക്ക് പാക്കിൽ നിന്ന് എടുത്ത് പറത്താവുന്ന ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും ആവശ്യമെങ്കിൽ അങ്ങോട്ട് സ്ഫോടക വസ്തുക്കൾ എത്തിക്കാനും സാധിക്കും. വലിയ ടാങ്കുകൾക്ക് പകരം ബൈക്കുകളിൽ അതിവേഗം നീങ്ങുന്ന ചെറിയ സംഘങ്ങൾ, അത്യാധുനിക ടെക്കിലൂടെ ശത്രുവിനെ വരിഞ്ഞു മുറുക്കുന്ന തന്ത്രമാണ് ഇന്ത്യ ഇനി പയറ്റുക. ചുരുക്കത്തിൽ വരും ദശകങ്ങളിൽ ഇന്ത്യൻ അതിർത്തികൾ കാക്കുന്നത് സാധാരണ മനുഷ്യർ മാത്രമായിരിക്കില്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കരുത്തുള്ള സൂപ്പർ സോൾജർമാർ കൂടിയായിരിക്കും. ശത്രുവിനേക്കാൾ വേഗത്തിൽ ചിന്തിക്കാനും കൃത്യതയോടെ പ്രവർത്തിക്കാനും ഈ മാറ്റം നമ്മുടെ സൈന്യത്തെ പ്രാപ്തമാക്കും. അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഓരോ ജവാനും അത്യാധുനിക സുരക്ഷ ഒരുങ്ങുമ്പോൾ അത് രാജ്യത്തിന്റെ ആകെ സുരക്ഷയാണ് ഉറപ്പുവരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.